നമുക്കെല്ലാവർക്കും ഒരു നിർബന്ധമുണ്ട്. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും സിറ്റുവേഷനുകളും എല്ലാ സമയങ്ങളിലും നമ്മുടെ കൺട്രോളിലായിരിക്കണം. അതേസമയം ഇതിലേതെങ്കിലും ഒരു ഘടന, ഒരു പാർട്ട്, ഒരു ആസ്പെക്റ്റ് നമ്മുടെ കൺട്രോളല്ല എന്ന് നമുക്ക് തോന്നുന്ന സെക്കൻഡ് മുതൽ നമുക്ക് പേടി ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ്, അതായത് ഇപ്പം നമ്മുടെ പേരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇതൊന്നും ഇതിലേതെങ്കിലും ഒരു ഭാഗം നമ്മുടെ കൺട്രോളല്ല എന്ന് തോന്നുന്ന സെക്കൻഡ് മുതൽ നമുക്ക് ആ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പേടി ജനറേറ്റ് ചെയ്യും. ഇനി ഇങ്ങനെ സംഭവിക്കുമോ, ഇനി അങ്ങനെ സംഭവിക്കുമോ, ആൻസൈറ്റി, ഡിപ്രഷൻ, സാഡ്നെസ് എല്ലാം തുടങ്ങും. അതിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ കേസിലല്ല, ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ളതായിരിക്കാം, എഡ്യൂക്കേഷൻ, നിങ്ങളുടെ പഠിത്തമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം. ഏതൊരു ഏരിയയും നിങ്ങളുടെ കൺട്രോളിലാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മെൻ്റൽ അവസ്ഥയായിരിക്കും. അതേസമയം ഇതൊന്നും നിങ്ങളുടെ കൺട്രോളിലല്ല എന്ന് തോന്നുന്ന സെക്കൻഡ് മുതൽ നിങ്ങളുടെ ഉള്ളിൽ ആ സംഭവത്തിനെ പറ്റിയുള്ള ഒരു പേടി ജനറേറ്റ് ചെയ്യും. ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ആങ്സൈറ്റിയും ഇതിൻ്റെ കൂടെ തുടങ്ങും. സോ ഇങ്ങനൊരു പേടി വന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അതിനെ ഒരു 3 സ്റ്റെപ്പായിട്ടാണ് തിരിച്ചേക്കുന്നത്, അല്ലെങ്കിൽ 3 കാര്യങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്, നമ്മൾ ആളുകളെ കുറ്റപ്പെടുത്തും. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പാണെങ്കിൽ നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കുറ്റപ്പെടുത്തും. അതിപ്പോൾ നിങ്ങൾ പേരൻസുമായിട്ടുള്ള ഇഷ്യൂ ആണെങ്കിൽ നിങ്ങൾ പേരൻസിനെ ബ്ലെയിം ചെയ്യും. ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂ ആണെങ്കിൽ നിങ്ങളുമായിട്ട് ആരാണ് ഡീലിങ്സ് നടത്തിയത് അവരെ നിങ്ങൾ ബ്ലെയിം ചെയ്യും. നിങ്ങൾ ആ കുറ്റം അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാകത്തില്ല. അതാണ് നിങ്ങൾ ഫസ്റ്റായിട്ട് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് ചെയ്യുന്നത് ഫേക്ക് ചെയ്യും. അതായത് സിറ്റുവേഷൻ എല്ലാം ഓക്കെ ആണ് എന്ന് നിങ്ങൾ സ്വയം പറഞ്ഞു പഠിപ്പിക്കും. പക്ഷെ അല്ലായിരിക്കും. ഓക്കെ, ഇതിങ്ങനെ ആകുന്നത് അയാളുടെ കുഴപ്പം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല എന്നുള്ളൊരു തോട്ട് നിങ്ങൾ സ്വയം ജനറേറ്റ് ചെയ്തിട്ട് റിയാലിറ്റി, സത്യാവസ്ഥ എന്താണോ അതിൽ നിന്ന് നിങ്ങൾ മാറാൻ ശ്രമിക്കും. സത്യാവസ്ഥ ഇതാണെങ്കിലും ഞാനത് ഫേസ് ചെയ്യാൻ തയ്യാറല്ല, എനിക്കിങ്ങനെ വേണം സിറ്റുവേഷൻ, എൻ്റെ ഭാഗത്ത് ഒരു തെറ്റില്ല, ഇയാൾ തെറ്റ് ചെയ്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ ഇങ്ങനെയായി പോയത്, അല്ല എൻ്റെ ലൈഫിലുള്ള ഏതൊരു പേഴ്സണൽ ഇഷ്യൂ ഇങ്ങനെയായി പോയത് ഈ വെളിയിലുള്ള ഒരാൾ കാരണമാണ് എന്നുള്ള ചിന്തയായിരിക്കും രണ്ടാമത്. മൂന്നാമത്തെയാണ് ടേക്കിംഗ് ഇറ്റ് ഔട്ട്. അതായത് നിങ്ങൾ വെളിയിലേക്ക് അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ തുടങ്ങും. ഒന്നെങ്കിൽ അത് ദേഷ്യമായിട്ടായിരിക്കും, അല്ലെങ്കിൽ അതൊരു ഡിപ്രഷൻ, സാഡ്നെസ്, ഇതൊക്കെ ആയിട്ടായിരിക്കും. ഒന്നെങ്കിൽ നിങ്ങളുടെ ദേഷ്യം ഓപ്പോസിറ്റുള്ള ആളോട് തീർക്കും, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം കുറ്റം ഏറ്റെടുത്ത് ഓവറായിട്ട് അതിലുള്ള എല്ലാ ബ്ലെയിമും ഏറ്റെടുത്ത് സ്വയമായിട്ട് പരിചാരി ഡിപ്രഷനിലേക്കും സാഡ്നെസ്സിലേക്കും ആൻസൈറ്റി റിലേറ്റഡ് പ്രോബ്ലമിലേക്കും നിങ്ങൾ കടക്കും. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ മിസ് ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന 2 കാര്യങ്ങൾ. അതിലൊന്നാണ്, നമുക്ക് ഒരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ നമ്മുടെ ഫോക്കസ്, നമ്മുടെ ചിന്തകൾ മൊത്തം ഇങ്ങനെയായിരിക്കും. അതായത് ഒരു ഇടയും ഇല്ലാതെ ഒരു നാരോ ടൈപ്പ് ആയിരിക്കും. അതായത് പ്രോബ്ലത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യൂ ആയിരിക്കും നമുക്ക് സ്വയം ഉള്ളത്. അതേസമയം നമുക്ക് ആ സമയത്ത് വേണ്ടത് ഒരു ബേർഡ് ഐ വ്യൂ ആണ്. ഒരു പക്ഷി എങ്ങനെയാണോ അതിൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത്, ആ പക്ഷി കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പ്രശ്നം വരുവാണെങ്കിൽ, ഞാൻ ജസ്റ്റ് അതിനൊരു എക്സാമ്പിൾ പോലെയാണ് കേട്ടോ പറയുന്നത്. ഒരു ബേർഡ് ഐ വ്യൂ എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും. ലൈക്ക് ഏത് പോസിബിലിറ്റീസ് ആണ് ഇനി എനിക്കുള്ളത്, ഏത് സൊല്യൂഷനാണ് എനിക്കിനി ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ എടുക്കാൻ പറ്റുന്നത്, എനിക്ക് ഈ പ്രശ്നത്തിനെ എങ്ങനെ വേറെ രീതിയിൽ ഫേസ് ചെയ്യാം എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിൻ്റെ കൂടെ കാണാം. പക്ഷെ നമ്മൾ ആ സമയം നമ്മുടെ വ്യൂ എപ്പോഴും നാരോ ആയിരിക്കും. അതേസമയം നമുക്ക് വേണ്ടത് ഒരു ബേർഡ് ഐ വ്യൂ ആണ്. അത് നിങ്ങൾ മിസ് ചെയ്യും. രണ്ടാമത്തെ കാര്യം, ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. എന്തിനു വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റി? ഇത് നിങ്ങൾക്കൊരു അവസരമാണ്. ചിലപ്പം ഒരു പ്രശ്നമുണ്ട്, ഓക്കെ, റിലേഷൻഷിപ്പിൽ ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് എങ്ങനെ തീർക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് വേർഷൻ എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാം, ഇങ്ങനെയുള്ള ഓരോ ഓപ്പർച്യൂണിറ്റീസ് ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകും. ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾ മിസ് ചെയ്യുന്നത്. സോ ഹൗ ടു ഫിക്സ് ദിസ്? ഇതെങ്ങനെ ഫിക്സ് ചെയ്യാം നമുക്ക് ഈ ഒരു പേടിയുടെ ഇഷ്യൂ? ഒന്നാമതായിട്ട് ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ ഒന്നാമതായിട്ട് നിങ്ങളുടെ മൈൻഡിൽ വേണ്ട കാര്യം, ഇത് സിമ്പിളാണ്. സിമ്പിൾ എന്ന് ഞാൻ ഉദ്ദേശിക്കാൻ കാര്യം, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകത്തും ഈ നിങ്ങളുടെ ചുറ്റിനും നടക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ എല്ലാം നിങ്ങളുടെ കൺട്രോളിലല്ല. ചില കാര്യങ്ങൾ നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോളാണ്, നമ്മുടെ റേഞ്ചിൽ നിന്നും ഔട്ട് ഓഫ് കൺട്രോളാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഈ ലോകത്തുള്ള എല്ലാം നമ്മുടെ കൺട്രോളിലാണെങ്കിൽ നമ്മുടെ ലൈഫ് എപ്പോഴും ഹാപ്പി ആയിരുന്നതിനെ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പോയേനെ. പക്ഷെ കുറേയേറെ കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലല്ല എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ, ചില പ്രശ്നം എൻ്റെ കൺട്രോളിലല്ല, സോ എനിക്കിതിനകത്ത് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ചിന്ത നിങ്ങൾ ആദ്യമേ ബാക്കിയുള്ള ആൻസൈറ്റി, ഡിപ്രഷൻ, പേടി, ഫിയർ ഇതെല്ലാം മാറ്റി നിർത്താൻ സഹായിക്കുന്ന ഒരു പെർസ്പെക്റ്റീവാണിത്. എല്ലാം എൻ്റെ കൺട്രോളിലല്ല ഈ ലൈഫിലുള്ളത്. ചിലതെല്ലാം നിങ്ങളുടെ കൺട്രോളിലാണ്, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ചിലത് എൻ്റെ കൺട്രോളല്ല. അടുത്ത സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ,
നമ്മൾ ഫേസ് ചെയ്യുക, നേരിടുക. നമുക്ക് 2 രീതിയിലൊരു ഇഷ്യൂവിനെ ഫേസ് ചെയ്യാം. അതിൽ ഭൂരിഭാഗം ആളുകളും സെലക്ട് ചെയ്യുന്നത് രണ്ടാമത്തതാണ്. അതായത് എക്സ്റ്റേണൽ ആയിട്ട് വെളിയിൽ നിൽക്കുന്ന ഒരാൾ കാണുമല്ലോ, നിങ്ങൾ ബ്ലെയിം ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കി എന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന ഒരാൾ കാണുമല്ലോ, അയാളുടെ നേരെ എല്ലാ രീതിയിലും പോയി ദേഷ്യം, ഓക്കെ നീയാണിത് ചെയ്തത്, ഇത് എൻ്റെ പ്രശ്നമല്ല, നീ കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളാണ് ഇത് ഈ ഇഷ്യൂ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ദേഷ്യവും ഇതും അല്ലെങ്കിൽ ചെന്ന് സംസാരിക്കും, നേരിട്ട് ചെന്ന് സംസാരിക്കും. എന്തായാലും അതൊരു ഇഷ്യൂവിൽ ചെന്ന് തീരത്തുള്ളൂ. പക്ഷേ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഫേസ് ചെയ്യേണ്ട ആരെയാണെന്ന് വെച്ചാൽ നിങ്ങളെ തന്നെയാണ്. നിങ്ങൾ സ്വയം മനസ്സിലാക്കുക, ഓക്കെ ഇത് ഞാൻ ഇത്രയും ടെൻഷൻ, ഇത്രയും വറീഡ് ആകേണ്ട ഇഷ്യൂ ആണോ, ഇതിപ്പം ആരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ബേർഡ് ഐ വ്യൂ ഒക്കെ ഇതിനകത്ത് അവരുണ്ട്. ഓക്കെ എനിക്ക് പ്രശ്നത്തിൻ്റെ ഇങ്ങനെയും കാണാം എന്ന് സ്വയമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ രണ്ടാമത് ആ ആളുടെ അടുത്ത് പോകേണ്ടത്. അല്ലാതെ പോയ ഉടനെ അയാളുമായിട്ട് ഇതെല്ലാം നിൻ്റെ തെറ്റാണ്, എൻ്റെ തെറ്റല്ല, പിന്നെ അടിച്ചു പിരിഞ്ഞു, അങ്ങനെ ചെയ്യില്ല. നിങ്ങൾ ആ ഇഷ്യൂ സ്വയമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന് ശേഷം മൊത്തമായിട്ട് ആ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടോട്ടാലിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ഒരു വ്യൂ നിങ്ങൾക്ക് കിട്ടി എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്ന സമയത്ത് രണ്ടാമത് അയാളുമായിട്ട് പോയിട്ട് നേരിട്ട് സംസാരിക്കുക. ഇതാണ് ഇഷ്യൂ എന്ന് എനിക്ക് തോന്നുന്നു, അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ ഒരു സംസാരം ഉണ്ടാകും. ഞാൻ പറഞ്ഞു ഇതൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന കാര്യമല്ല, ബാക്കി ഏതൊരു വാസ്റ്റ് ഏരിയയിൽ നിൽക്കുന്ന കേസാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ വേണം അതിനെ ഹാൻഡിൽ ചെയ്യാൻ. നിങ്ങളുടെ കൺട്രോളിനുള്ളിൽ നിൽക്കുന്ന കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്തൊരു കാര്യങ്ങൾ നിങ്ങൾ ബിലീവർ ആണെങ്കിലും നോൺ ബിലീവർ ആണെങ്കിലും ആ ഇൻ്റലിജൻസിന് വിട്ടുകൊടുക്കുക. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ എൻഡ് ചെയ്യുവാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.